വലൈക്കും സലാം. വരാൻ പറഞ്ഞു തന്നെ നിങ്ങളുടെ പേര് ടി വി വാങ്ങിക്കുന്നത് വർത്താനം കേട്ട് മോൻ ഇങ്ങനെ പറയുന്നത്. അത് സാറേ ഞാൻ അവിടെ വന്നപ്പോൾ ടി വി കൊണ്ടുവന്നായിരുന്നു ഈ കളി കാണാനും വാർത്തയൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുവന്നായിരുന്നു. സുബ്ഹാനല്ലാ, ടി വി നമുക്ക് കാണാൻ വന്നിട്ട് കണ്ടോടെ. നമ്മുടെ വായിൽ ഒറ്റ പൊരിൽ ടി വി ഇല്ല. ആ ചെറുതാൻ നിങ്ങൾ ആരെങ്കിലും കൊടുത്ത് ഒഴിവാക്കാം. റഹ്മത്തിന്റെ മലക്ക് പൊരയിലാണ് കണ്ടോടെ. സാറേ ഞാൻ അത്ര കൂടി ചിന്തിച്ചില്ല. എന്തായാലും ഞാൻ ആ ടി വി പെട്ടെന്ന് ആരെങ്കിലും കൊടുത്ത് ഒഴിവാക്കാനുള്ള പണി നോക്കാം. അസ്സലാമു അലൈക്കും. പിന്നെ ഞങ്ങൾ മദ്രസയിലേക്ക് ഒരു ടി വി വാങ്ങുന്നുണ്ട്. അതിന്റെ ഒരു പിരിവായിട്ട് വന്നാ ടി വിയോ? അതെന്താ നിങ്ങൾ ടി വി നേരെ കിട്ടിയില്ലേ? പിന്നെ ടി വി അല്ലേ ഞാൻ കുറെ കേട്ടിരിക്കുന്നത്. പഴയ ചെയ്താൻ പറ്റില്ലേ? അതൊക്കെ പഴയ കാലല്ലേ, ഇപ്പോഴത്തെ കാലത്തൊന്നും ഇല്ലാതെ നടക്കൂല. എന്നാലേ ഒരു 2000 രൂപ നിങ്ങളുടെ പേരിലായിട്ട് ഇരിക്കട്ടോ. ആയിക്കോട്ടെ, നല്ല കൂലി കിട്ടുന്ന കാര്യമല്ലേ. പിന്നെ ടി വിക്ക് പൈസ നോക്കി മാത്രം പ്രത്യേക എന്തെങ്കിലും മുറാദ് പറഞ്ഞു. റഹ്മത്തിന്റെ മലക്കൊക്കെ നമ്മുടെ മഹലിൽ തന്നെ ഉണ്ടാവണേ ഒറ്റ മുറാദേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്, തികഞ്ഞ വിശ്വാസി സമൂഹത്തോടാണ്. എന്തായിരിക്കും ഇത്തരത്തിലുള്ള കോണ്ടന്റുകളെ കൊണ്ട് അർത്ഥമാക്കുന്നത്? എയിം ചെയ്യുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ തന്നെയാകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ റീച്ച് ഇന്നും സമൂഹത്തിൽ ലഭ്യമായത് ഇത്തരത്തിലുള്ള കോണ്ടന്റുകൾക്കാണ്. നമുക്ക് പലരെയും അറിയാം, തലയെക്കെട്ട് കെട്ടി അതുപോലെ തന്നെ ഓരോ കോമാളിത്തരങ്ങൾ എന്ന രൂപത്തിൽ അത് അവതരിപ്പിച്ച് തീർത്തും ബഹുമാനാദരവുകൾ നൽകേണ്ട ഒരു വിഭാഗത്തെ സമൂഹത്തെ മോശമായി ചിത്രീകരിക്കുക എന്നതു മാത്രമാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം. പഴയ കാലത്തെ ഉസ്താദുമാരായാലും പുതിയ കാലത്തെ ഉസ്താദുമാരായാലും അവരൊക്കെ സമൂഹത്തിനെ നേർവഴിയിലേക്ക് നയിക്കാൻ ഹറാമുകളെ തൊട്ട് വിട്ടുനിൽക്കണം എന്നു മാത്രമാണ് അവരൊക്കെ പറഞ്ഞത്. ടെലിവിഷൻ ഏതു കാലത്തായാലും അതിൽ ഹറാമുകൾ ആര് കാണുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചാണ് വിലക്കുകൾ എന്നത് ഏത് ബുദ്ധിയുള്ളവനും തിരിയുന്നൊരു കാര്യമാണ്. ഈ സത്യമൊക്കെ നമുക്കെല്ലാവർക്കും കൃത്യമായി അറിയാം, ഇത്തരത്തിലുള്ള കോണ്ടന്റുകൾ ചെയ്യുന്നവർക്കും അറിയാം. പക്ഷേ അത്തഖലീദുൽ അഅമ, അന്ധമായ ചില അനുകരണങ്ങൾ, അന്ധമായ വെറുപ്പ്, ഇത്തരം ചില കാര്യങ്ങൾ കൊണ്ട് ഇന്നും ഇത്തരത്തിൽ നിലവാരമില്ലാത്ത കോണ്ടന്റുകൾക്ക് റീച്ച് കൂടി കൊടുക്കുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സുകളൊക്കെ വളരെ രസകരമാണ് ഒരർത്ഥത്തിൽ. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആയിപ്പോകുന്നത്? ഏതൊരു കാലത്തും ഏതൊരു ഉസ്താദും ഏതൊരു സമൂഹത്തോടും സംവദിക്കുന്നത് ഹറാമുകൾ അള്ളാഹു ഹറാമാക്കിയതിനെ തൊട്ട് നിങ്ങൾ മാറി നിൽക്കണം. പുതിയ കാലത്തെ ടെലിവിഷനിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നവരാണ്. എത്രത്തോളം നമുക്ക് ദഅവത്തിന് അത് ഉപയോഗപ്പെടുത്താമെന്ന പൂർണ്ണമായ ചിന്തകളും പൂർണ്ണമായ രീതികളൊക്കെ അറിയുന്ന ഞാനും നിങ്ങളും കൂടെ അതിന് സപ്പോർട്ട് കൊടുക്കുന്നവരാകരുത്. പ്രത്യേകിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വിഭാഗത്തെ റബ്ബ് നമ്മോട് ഖുദ്സിയായ ഹദീസിലൂടെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചതിൽ 1 മാതാപിതാക്കൾ, 2 പണ്ഡിതന്മാർ, 3 ഖുർആൻ വാഹകർ. ഈ 3 വിഭാഗത്തെ ആരെങ്കിലും നിസ്സാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ദേഷ്യം അവരോട് വെക്കുന്നുണ്ടെങ്കിൽ റബ്ബിൻ്റെ കോപത്തിന് അവർ പാത്രീഭൂതരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രമാത്രം നിങ്ങൾക്ക് മുന്നിലേക്ക് നൽകിക്കൊണ്ട് ഇനി നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹു നമുക്ക് നന്മയുടെ വാഹകരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.